നെക്സ്റ്റ് ടോപ്പിക് മാക്സിമ ആൻഡ് മിനിമ. ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം ആകുന്നത്, ആ പോയിന്റിൽ അതിൻ്റെ വാല്യൂ എന്താണ്, ഏത് പോയിന്റിലാണ് അത് മിനിമം ആകുന്നത്, ആ പോയിന്റിൽ അതിൻ്റെ വാല്യൂ എന്താണ്, പിന്നെ ഈ മാക്സിമ ആൻഡ് മിനിമയുടെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അത് പാർട്ട് ബിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, പാർട്ട് സിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നന്നായിട്ട് ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ y=fx എന്ന് പറയുന്ന ഒരു കർവുണ്ട്. ആ കർവിൻ്റെ ഗ്രാഫാണ് ആ വരച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് എ എന്നുള്ള പോയിൻ്റ് വരെ ഈ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് എ എന്നുള്ള പോയിൻ്റിൽ അത് ടേൺ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്ത് ബി എന്നുള്ള പോയിൻ്റ് വരെ അത് ഡിക്രീസ് ചെയ്യുന്നു. അതിനുശേഷം ബി എന്ന് തൊട്ട് സി വരെ അത് ഇൻക്രീസ് ചെയ്യുന്നു. സി എത്തുമ്പോൾ അത് വീണ്ടും ടേൺ ചെയ്യുന്നു, താഴോട്ട് വരുന്നു, അത് ഡിക്രീസ് ചെയ്യുന്നു, ഡി വരെ ഡിക്രീസ് ചെയ്യുന്നു, ഡി കഴിഞ്ഞിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ ബി സി ഡി എന്നുള്ള പോയിൻറ്റ്സിന് പ്രത്യേകതയുണ്ട്. എ എന്നുള്ള പോയിന്റിൽ വെച്ചാണ് അത് ടേൺ ചെയ്യുന്നത്. ബി എന്നുള്ള പോയിന്റിൽ ടേൺ ചെയ്യുന്നുണ്ട്, സി എന്നുള്ള പോയിന്റിൽ ടേൺ ചെയ്യുന്നുണ്ട്, ഡി എന്നുള്ള പോയിന്റിലും ടേൺ ചെയ്യുന്നുണ്ട്. ഈ പോയിൻറ്റ്സിന് പറയുന്ന പേരാണ് ടേണിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ എ എന്നുള്ള പോയിൻ്റ് ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങൾ എയിൽ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാൽ, അപ്പോൾ ടാൻജൻറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ആ ടാൻജൻറ്റ് ലൈൻ വരച്ചാൽ ആ ടാൻജൻറ്റ് ലൈൻ എക്സ് ആക്സിസിന് പാരലായിരിക്കും. ഇനി ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. dy/dx ആണ് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. ഈ ടാൻജൻറ്റ് ലൈൻ എന്തിന് പാരലായിരിക്കും? എക്സ് ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ സ്ലോപ്പ് 0 ആയിരിക്കും. അതായത് dy/dx 0 ആയിരിക്കും. അതുപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിലും dy/dx 0 ആയിരിക്കും. സി എന്നുള്ള പോയിന്റിലും dy/dx 0 ആയിരിക്കും. ഡി എന്നുള്ള പോയിന്റിലും dy/dx 0 ആയിരിക്കും. അതായത് ടേണിംഗ് പോയിൻറ്റ്സിലെല്ലാം dy/dx 0 ആയിരിക്കും. അപ്പോൾ ടേണിംഗ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? dy/dx 0 എന്ന് കൊടുത്തിട്ട്, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് 0 എന്ന് കൊടുക്കുക, എന്നിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അതായിരിക്കും ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ടേണിംഗ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ടേണിംഗ് പോയിൻറ്റ്സ് എടുക്കുക. സപ്പോസ് ഒരു പോയിന്റ് 2 ആണെന്ന് വെച്ചോളൂ. ആ 2 എടുത്ത് y=fx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ y-ക്കൊരു വാല്യൂ കിട്ടും. അതിനാണ് ടേണിംഗ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ബി ഡി ഇത് മിനിമം ആണ്, എ സി അത് മാക്സിമത്തിലാണ്. എയിലും സിയിലും മാക്സിമം എന്ന് പറയുന്നത് സി ആണ്. ബിയിലും ഡിയിലും മിനിമം എന്ന് പറയുന്നത് ഡി ആണ്. ഏറ്റവും ചെറുത് ഡി ആണ്. എയിലും സിയിലും ഏറ്റവും വലുത് സി ആണ്. ബിയിലും ഡിയിലും ഏറ്റവും ചെറുത് ഡി ആണ്. നമുക്കറിയാം, ഗ്രാഫ് താഴോട്ട് വരുന്നതാണ് ചെറുത്, ഏറ്റവും മേളിൽ പോകുന്നതാണ് വലുത്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും മാക്സിമം വരുന്നത്, ഡി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും മിനിമം വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം കണ്ടുപിടിക്കണം, മിനിമം കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം ആയാലും മിനിമം ആയാലും dy/dx 0 ആയിരിക്കും. മാക്സിമം കണ്ടുപിടിക്കാനും മിനിമം കണ്ടുപിടിക്കാനും ആദ്യം dy/dx കണ്ടുപിടിക്കുക. എന്നിട്ട് dy/dx 0 എന്ന് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മിനിമം വാല്യൂ ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടും. ഇങ്ങനെയാണ് മാക്സിമവും മിനിമവും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y=fx ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy/dx 0 എന്ന് കൊടുക്കണം. എന്നിട്ട് dy/dxൻ്റെ 0 എന്ന് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് നേരത്തെ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആയിരിക്കും. നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, d² y/dx² നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് മാക്സിമം ആയിരിക്കും.
അപ്പോൾ മാക്സിമ മിനിമ കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണം, സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കിട്ടും. എന്നിട്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ വാല്യൂ എടുത്ത് y = fxൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. അതായിരിക്കും മാക്സിമം വാല്യൂ. ഇനി മിനിമം ആണ്, എക്സിൻ്റെ വാല്യൂ മിനിമത്തിൽ കിട്ടുന്നത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മിനിമം വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലംസ് ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തതിൻ്റെ പ്രോബ്ലമാണ് ഫൈൻഡ് ദി മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദി ഫംഗ്ഷൻ 4x³ + 9x² - 12x + 2. ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് y എന്ന് കൊടുക്കുക. ലെറ്റ് y = 4x³ + 9x² - 12x + 2. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിലും മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിലും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് dy/dx = 0. ഇവിടെ 4 × x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3x² പ്ലസ് 9 × x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x മൈനസ് 12 × x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 പ്ലസ് 2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. പിന്നെ സിംപ്ലിഫൈ എടുക്കുമ്പോൾ 12x² പ്ലസ് 18x മൈനസ് 12 = 0. dy/dx 0 ആണ്. ഇനി ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 12x² പ്ലസ് 18x മൈനസ് 12ൽ 6 കോമൺ ആണ്. ആ 6 നമ്മൾ പുറത്തെടുക്കുക. 6 പുറത്തെടുക്കുമ്പോൾ 2x² പ്ലസ് 3x മൈനസ് 2 = 0 എന്ന് വരും. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ത്രീ എക്സിന് ഞാൻ 4x മൈനസ് എക്സ് എന്ന് എഴുതി. 4x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്. ഇനി 2x² പ്ലസ് 4xൽ 2x കോമൺ. പ്ലസ് 4x മൈനസ് എക്സ് മൈനസ് 2. ഇതിൽ 2x പ്ലസ് 4x എന്ന് 2x കോമൺ എടുത്തു. അങ്ങനെ 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ x പ്ലസ് 2 എന്ന് വരും. ഇവിടെ മൈനസ് എക്സ് മൈനസ് 2 ആണ്. മൈനസ് കോമൺ എടുത്തു. മൈനസ് കോമൺ എടുക്കുമ്പോൾ x പ്ലസ് 2. ഇവിടെ x പ്ലസ് 2, ഇവിടെ x പ്ലസ് 2. x പ്ലസ് 2 കോമൺ. x പ്ലസ് 2 പുറത്തെടുക്കുമ്പോൾ ബാക്കി വരുന്നത് 2x മൈനസ് 1. ഇതിൽ x പ്ലസ് 2 ഇൻറ്റു 2x മൈനസ് 1 0 ആകുമ്പോൾ ഇതിൽ ഓരോ ക്വാണ്ടിറ്റിയും 0 ആവും. അപ്പോൾ x പ്ലസ് 2 0 അല്ലെങ്കിൽ 2x മൈനസ് 1 0. അപ്പോൾ x പ്ലസ് 2 0 ഓർ 2x മൈനസ് 1 0. x പ്ലസ് 2 0 എന്ന് പറഞ്ഞാൽ x മൈനസ് 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടി. x മൈനസ് 2, x 1/2. എക്സിൻ്റെ വാല്യൂ -2, എക്സിൻ്റെ വാല്യൂ 1/2. ഇനി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിലേത് പോയിൻ്റാണ് മാക്സിമം ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ മിനിമം ആവുന്നതെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 24x പ്ലസ് 18 എന്ന് കിട്ടും. 24x പ്ലസ് 18. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസാണ് ഉള്ളത്, -2 പ്ലസ് 1/2. ഓരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മൾ d²y/dx² കണ്ടുപിടിച്ചപ്പോൾ 24x+18 എന്ന് കിട്ടി. എന്നിട്ട് എക്സിന് -2 കൊടുത്തു. x -2 സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് നെഗറ്റീവ്. 24 × x -2 -48+18 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -30 എന്ന് കിട്ടും. -30 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ x -2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ മാക്സിമം ആണ്. അപ്പോൾ y മാക്സിമം ആവുന്നത് എക്സിന് -2 കൊടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ y ഉണ്ടല്ലോ, yക്കകത്ത് എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാക്സിമം വാല്യൂ കിട്ടാൻ ഈ y ഉണ്ട് 4x³ + 9x² - 12x+2 അതിൽ എക്സിന് പകരം -2 കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം -2 കൊടുത്തു. അപ്പം 4 × -2³ + 9 × -2² -12 × -2 + 2. ഇനി സിംപ്ലിഫൈ ആണ്. -2³ -8 ആണ്. -8 × 4 -32. -2² എന്ന് പറഞ്ഞാൽ +4 ആണ്. 9 × 4 36. -12 × -2 +24. ഇത് -32, ഇത് +36. 36 - 32 4. 24 + 4 28 + 2 30. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി. മാക്സിമം വാല്യൂ 30 ആണ്. ഇനി നമുക്ക് എക്സിന് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. എക്സിന് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d²y/dx² വാല്യൂ 24 × 1/2 + 18 അത് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് ആകുമ്പോൾ മിനിമം ആണ്. അപ്പോൾ എക്സിന് 1/2 കൊടുക്കുമ്പോൾ മിനിമം വാല്യൂ കിട്ടും. എക്സിന് 1/2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ മിനിമം ആണ്. ഇനി നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? y = 4x³ + 9x² - 12x+2 എന്നുള്ള ആ എക്സ്പ്രഷനകത്ത് എക്സിന് പകരം 1/2 കൊടുക്കണം. Therefore, minimum value is equal to 4 × x³ ആകുമ്പോൾ 1/2³. 4 × 1/2³ + 9 × 1/2² - 12 × 1/2 -12 × 1/2 + 2. 4 × 1/8. -12 × 1/2 ആകുമ്പോൾ -6 + 2. -6 + 2 -4. 4/8 ന് 2/4 എന്ന് എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11/4. 11/4 - 4. LCM എടുക്കുമ്പോൾ 4. 4 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആൻസർ -5/4.
അപ്പോൾ ഇങ്ങനെയാണ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കണ്ടുപിടിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. മെത്തേഡ് സെയിം ആണ്, പിന്നെ എക്സിൻ്റെ വാല്യൂസ് മാത്രം വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പം 4x³ + 9x² - 12x + 2 പകരം വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും തരുന്നത്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതേ കണക്ക് സിംപ്ലിഫൈ എടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ പ്രോബ്ലംസ് ഇതിൻ്റെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് കിട്ടും.